തിരുവനന്തപുരത്തേക്ക് പോകും തലസ്ഥാന ജില്ലയിൽ കാര്യമായി മഴ പെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. മഴയുടെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നത് എനിക്കറിയാം. ഉമേഷ്, തലസ്ഥാന ജില്ലയിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ, എന്തൊക്കെ ജാഗ്രതകളാണ് ജില്ലാ ഭരണകൂടം എടുത്തിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. നിലവിൽ ചെറിയ രീതിയിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. അല്പം മുൻപ് വരെ ശക്തമായ മഴ തിരുവനന്തപുരം നഗരത്തിൽ ലഭിച്ചിരുന്നു. ഇന്നലെ രാത്രി ശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തിലും തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിലും മലയോര മേഖലയിലും ലഭിച്ചത്. എന്തായാലും മഴ ഇപ്പോൾ ചെറുതായി മാറി നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷേ ആകാശം മേഘാവൃതമാണ്. എപ്പോൾ വേണമെങ്കിലും മഴ ലഭിക്കാവുന്ന സാഹചര്യം തന്നെയാണ്. ശക്തമായ കാറ്റ് തീരപ്രദേശങ്ങളിൽ വീശുന്നുണ്ട്. എന്തായാലും അലേർട്ടുകൾ സംസ്ഥാനത്ത് റെഡ് അലേർട്ടുകളും ഓറഞ്ച് അലേർട്ടുകളും അതേ രീതിയിൽ നിലനിർത്തിയിട്ടുണ്ട്. ഇന്നും നാളെയും ഏറ്റവും ജാഗ്രത പുലർത്തേണ്ട ദിവസമാണ്. ഇന്ന് 5 ജില്ലകളിലാണ് റെഡ് അലേർട്ട്. അതായത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിൽ 204 മില്ലിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കാൻ തന്നെയാണ് സാധ്യത. മറ്റ് 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ മുതൽ 204 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. നാളെ കുറച്ചുകൂടി മഴ ശക്തമാകും എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പ്. അതുപ്രകാരം നാളെ 11 ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും റെഡ് അലേർട്ട്. 11 ജില്ലകൾ, അതായത് സംസ്ഥാനം മുഴുവൻ അതിശക്തമായ അതിതീവ്രമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് നാളെ. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയും അതീവ ജാഗ്രത വേണമെന്ന് തന്നെയാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പുകളിൽ പറയുന്നത്. ഈ 4:30 പുറപ്പെടുവിച്ച നൌകാസ്റ്റിൽ, അതായത് ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച നൌകാസ്റ്റിൽ പറയുന്നത് ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും 5 മില്ലിമീറ്റർ മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ ഓരോ മണിക്കൂറും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കൂടാതെ ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓരോ മണിക്കൂറും 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴയും 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ അലർട്ടുകൾ മാറിക്കൊണ്ടേയിരിക്കും. ആദ്യ ഒരുപക്ഷെ അലർട്ടുകൾ വരുന്നത് സാധാരണ 10 മണിക്കാണ്. എന്തായാലും അതിനനുസരിച്ച് റെഡ് അലർട്ടുകൾക്കോ ഓറഞ്ച് അലർട്ടുകൾക്കോ മാറ്റമുണ്ടാകുമോ എന്ന് കണ്ടറിയാം. ഓക്കെ, താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ. തിരുവനന്തപുരം ജില്ലയിലെ കാര്യമാണ് പറഞ്ഞത്. മറ്റു ജില്ലകളിലേക്ക് നമ്മൾ കടക്കും. നമുക്കറിയുന്ന പോലെ കാര്യമായി മഴ പല സ്ഥലങ്ങളിലും പെയ്യുന്നുണ്ട്. ഈ മഴ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ സംപ്രേഷണം ചെയ്യും. യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ മൊബൈലിൽ ഈ 24 ഓൺ ചെയ്ത് വെക്കുക. നിങ്ങൾക്കുള്ള വിവരങ്ങൾ എത്രയും പെട്ടെന്ന്, ഒരു നിമിഷം മുമ്പെങ്കിൽ അത്രയും മുമ്പേ നിങ്ങളുടെ കാതുകളിൽ എത്താനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു.